ഭാഷാ വിഭാഗം ഡീനും സീനിയർ പ്രൊഫസർ എന്നിവരെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ആദ്യമായി ഈശ്വര പ്രാർത്ഥന ശ്രീമതി ഗംഗാ സതീഷിനെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. സർവജ്ഞ സർവവിദായസ്യ യേശ മഹിമാ ഭുവി ദിവ്യേ ബ്രഹ്മപുരേ യേശഃ വ്യോമ്നി ആത്മാ പ്രതിഷ്ഠിതഃ മനോമയഃ പ്രാണശരീരനേതാ പ്രതിഷ്ഠിതഃ അന്യേ ഹൃദയം സന്നിധായ മനോമയഃ പ്രാണശരീരനേതാ പ്രതിഷ്ഠിതഃ അന്യേ ഹൃദയം സന്നിധായ തദ്വിജ്ഞാനേന പരിപശ്യന്തി ധീരാ ആനന്ദരൂപം അമൃതം യദ്വിഭാതി ആനന്ദരൂപം അമൃതം യദ്വിഭാതി. പ്രിയമുള്ളവരെ, പ്രാണമയ കോശത്തിൻ്റെയും അന്നമയ കോശത്തിൻ്റെയും അടിസ്ഥാനത്തിൽ പഞ്ചകോശ സങ്കല്പത്തെ പ്രാർത്ഥനാപൂർവം അവതരിപ്പിക്കുന്ന ഒരു ഈശ്വര പ്രാർത്ഥനയോടെയാണ് പ്രിയപ്പെട്ട ഉണ്ണിസാറിനുള്ള ഈ സമാദര സദസ്സ് ആരംഭിക്കുന്നത് എന്നത് സാറും അദ്ദേഹത്തിൻ്റെ ഗവേഷകരും ഈ മീറ്റിങ്ങിൽ പങ്കെടുക്കുന്ന അതിഥികളും എത്രമേൽ അടുത്തിരിക്കുന്നവരാണ് എന്ന് ബോധ്യപ്പെടുത്തുന്ന പ്രാർത്ഥനയാണ്. ഒരു സ്വാഗത പ്രാസംഗികന് എടുക്കാവുന്ന സമയം പരമാവധി 5 മിനിറ്റാണ്. 1.5 മണിക്കൂർ മീറ്റിംഗ് ആണെങ്കിൽ എന്നത് ഒരു മര്യാദയായി സ്വീകരിച്ചുകൊണ്ട് വേണമെങ്കിൽ 5 മണിക്കൂർ സംസാരിക്കാനുള്ള പത്തായം ഞാൻ എൻ്റെ മനസ്സിൽ തുറന്നു വച്ചിട്ടാണ് ഇവിടെ നിൽക്കുന്നത് എന്നുകൂടി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് പ്രവേശിക്കാം. One single observation can invalidate a general statement derived from millennia of confirmatory sightings of millions of white swans എന്ന വാക്യം നാസിം നിക്കോളാസ് താലിബിൻ്റെ ദ ബ്ലാക്ക് സ്വാൻ ഇമ്പാക്റ്റ് എന്ന പുസ്തകത്തിലേതാണ്. ഈ വരികൾ ഞാനിവിടെ ഉദ്ധരിക്കുന്നതിന് കാരണം എൻ്റെ ജീവിതത്തിലെ ഏറ്റവും ഭാരമുള്ള, വൈജ്ഞാനിക ഭാരമുള്ള ഒരു സന്ദർഭത്തെ അടയാളപ്പെടുത്തുന്ന നീണ്ട വാക്യമാണ് ഇത് എന്നതുകൊണ്ടാണ്. ഞങ്ങൾ അധ്യാപകർ മാത്രമുള്ള ഇതുപോലത്തെ ഒരു തണുത്ത മീറ്റിങ്ങിൽ കേരള സർവകലാശാലയുടെ അക്കാഡമിക് സ്റ്റാഫ് കോളേജിലെ ഒരു റിഫ്രഷർ കോഴ്സിൽ കേരളം കണ്ട ഏറ്റവും വലിയ ഗൈഡുകളിൽ, സാംസ്കാരിക വിമർശകരിൽ ഒരാളായ, വൈയാകരണന്മാരിൽ ഒരാളായ സ്കറിയ സക്കറിയ മാഷാണ് ഈ വാക്യം പറയാതെ ഈ പുസ്തകത്തെ പറ്റി പറയുന്നത്. നിങ്ങളിൽ ആരെങ്കിലും കറുത്ത അരയന്നത്തെ കണ്ടിട്ടുണ്ടോ എന്ന അദ്ദേഹത്തിൻ്റെ ചോദ്യത്തെ മറ്റാരും പറയുന്നതിലും ആഴത്തിൽ കറുത്ത അരയന്നമോ എന്ന് മനസ്സുകൊണ്ട് തിരിച്ചു ചോദിച്ച ഒരു അധ്യാപകനായി ഞാൻ അവിടെ ഇരുന്നു. അതിനോടകം എന്നോടൊപ്പം 3 ഗവേഷകർ ജോയിൻ ചെയ്തിരുന്നു. അങ്ങനെ ഒരു റിസർച്ച് ഗൈഡ് എന്നുള്ള അധികാരത്തിൽ കറുത്ത അരയന്നമോ എന്ന് കാവ്യാത്മകമായി ഞാൻ സങ്കല്പിച്ചു നോക്കി. അദ്ദേഹം പറഞ്ഞത് എല്ലായ്പ്പോഴും വെളുത്ത അരയന്നങ്ങൾ മാത്രമാണുള്ളത് എന്ന ധാരണയിൽ വർഷങ്ങളായി വെളുത്ത അരയന്നം മാത്രമാണ് അരയന്ന കുലത്തിൻ്റെ പ്രതീകം എന്ന ധാരണയെ പൊളിക്കുന്ന ഒന്നാണ് കറുത്ത അരയന്നം എന്ന സങ്കല്പമാണ്.
1677 മറ്റൊപ്പം ആയിരക്കണക്കിന് വർഷങ്ങളായി നിലനിൽക്കുന്ന വെളുത്ത അരയന്നം എന്ന അറിവ് പൊളിക്കപ്പെടുകയായിരുന്നു എന്ന് പറയാതെ പറഞ്ഞു ആ വരിഷ്ഠനായ ഗുരുനാഥൻ. വരിഷ്ഠം എന്ന പ്രയോഗം ഞാനിവിടെ പറയുന്നത് ക്ലാസിക് എന്ന പദത്തിനൊരു മലയാളം പറയാൻ പറ്റുമോ എന്ന് ഭാഷാഭൂഷണിയോ മറ്റോ ഒരിക്കലും ഒരു ചർച്ച സംഘടിപ്പിച്ചത് ഓർത്തിട്ടാണ്. അതിൽ അഴീക്കോട് മാഷായിരിക്കണം ആണ് വരിഷ്ഠം എന്നല്ലേ ക്ലാസിക്കിനർത്ഥം എന്ന് പറഞ്ഞത് എങ്കിൽ ഇത്രമേൽ ക്ലാസിക് അഭിരുചിയുള്ള, അത് അജയൻ സാറ് പറഞ്ഞതുപോലെ ആധുനികത എന്ന വാക്കുപയോഗിക്കാത്ത നവീനതയുടെ സകല പരിപ്രേക്ഷ്യങ്ങളെയും മുകുന്ദൻ്റെ കലയിലൂടെ കണ്ടെത്താൻ എംഫിൽ വിദ്യാർത്ഥിയായി ബസേലിയസ് കോളേജിൽ നിന്ന് കേരള സർവകലാശാലയുടെ മലയാള വിഭാഗത്തിലേക്ക് എത്തിയ എൻ്റെ ഗുരുനാഥനെ എനിക്ക് സ്പർശിക്കാൻ കിട്ടിയ ഒരവസരമായിരുന്നു സ്കറിയ സക്കറിയ മാഷിൻ്റെ ആ ഞെട്ടിക്കുന്ന പ്രഖ്യാപനം. വലിയ ഗുരുക്കന്മാരാണ് ഇങ്ങനെ ഞെട്ടിക്കുന്നവർ. ഒരിക്കൽ ഞാൻ ശ്രീശൈലത്തോട് ചോദിച്ചു, മാഷെ, MB ശങ്കുണ്ണി നായരുടെ പുസ്തകത്തിലെ ഒരു രംഗം എൻ്റെ മനസ്സിലുണ്ട്, എൻ്റെ കയ്യിൽ ആ കോപ്പി ഇപ്പോഴില്ല. വിഭീഷണനായിരിക്കണം ഒരു ചൂട്ടുമായി യുദ്ധശേഷം എല്ലാവരും മരിച്ചു കിടക്കുന്നിടത്ത് അന്വേഷിച്ച് നടക്കുന്ന ഒരു രംഗമുണ്ട്. അശ്വത്ഥാത്മാവിനെയോ മറ്റോ കാണുമ്പോൾ, അതോ അശ്വത്ഥാത്മാവ് അവശേഷിക്കുന്നുണ്ടെങ്കിൽ എല്ലാവരും ഉണ്ടാകുമെന്ന് പറയുന്ന ഒരു സന്ദർഭം ഉണ്ടോ? വളരെ ചെറിയ മണിക്കൂറുകൾക്കുള്ളിൽ അദ്ദേഹം പുസ്തകം തപ്പിപ്പിടിച്ച പേജ് എനിക്ക് അയച്ചു തന്നു. MB ശങ്കുണ്ണി നായരെ പ്രിയപ്പെട്ട നിരൂപകനായി കൊണ്ട് നടക്കുന്ന ഡോക്ടർ A ഉണ്ണികൃഷ്ണൻ എന്ന വലിയ മനുഷ്യനെ, വലിയ അധ്യാപകനെ ഞാൻ സന്ദർശിച്ചത്, കണ്ടുമുട്ടിയത് ഡോക്ടർ BV ശശികുമാർ എന്ന എൻ്റെ അധ്യാപകൻ എന്ന ചൂട്ടുമായിട്ടാണ്. ഞാൻ നീട്ടുന്നില്ല. ബാലരാമപുരത്തെ അദ്ദേഹത്തിൻ്റെ കുടുംബ വീട്ടിലേക്ക് ഞാൻ ആദ്യമായി അദ്ദേഹത്തെ കാണാനെത്തുമ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിത പങ്കാളിയും കൊച്ചു കുഞ്ഞുങ്ങളും സഹോദരങ്ങളും ബന്ധുക്കളും എല്ലാം ആ വീട്ടിലുണ്ട്. എനിക്കറിയുമായിരുന്നില്ല, എനിക്ക് കാളിയെയും കാളിദാസനെയും അക്ഷരങ്ങളെയും തന്ന മാളോട്ടമ്മയുടെ നിഴലിൽ വളർന്നയാളാണ് ഞാൻ എൻ്റെ ഗൈഡായി സ്വീകരിക്കാൻ പോകുന്ന ഈ കാളിദാസൻ എന്ന്. അന്ന് അദ്ദേഹം എന്നോടൊന്നും മിണ്ടിയില്ല, വായിക്കാൻ പറഞ്ഞു. ഞാൻ കൊണ്ടുപോയ ഗ്ലോബലൈസേഷനും മലയാള ചെറുകഥയും എന്ന വിഷയത്തെക്കുറിച്ചിട്ടുള്ള സാമാന്യ പരികൽപ്പനകൾ തപ്പിയെടുക്കാൻ പറ്റുന്ന കൃതികൾ അന്വേഷിച്ച് ലൈബ്രറികൾ തിരിച്ചു വരുമ്പോൾ എനിക്ക് വേണ്ടി അദ്ദേഹം സംഘാടനം ചെയ്തു വച്ചിരുന്ന ഒരു സിനോപ്സിസിനെ പറ്റി ഞാൻ അദ്ദേഹത്തിന് സമർപ്പിക്കുന്ന പുസ്തകത്തിൻ്റെ ആമുഖത്തിൽ ഇപ്പോൾ എഴുതി വച്ചിട്ടുണ്ട്. ഞാൻ എൻ്റെ കുഞ്ഞുങ്ങൾക്കിപ്പോൾ ഗവേഷണ രീതിശാസ്ത്രം ക്ലാസ് എടുക്കുന്നു. പല സർവകലാശാലകൾക്ക് വേണ്ടി റിസർച്ച് മെത്തഡോളജിയിൽ സിലബസ് തയ്യാറാക്കുന്നു. എത്രയോ പ്രബന്ധങ്ങൾ വാല്യൂ ചെയ്യുന്നു. ആ സന്ദർഭങ്ങളിലൊക്കെയും എൻ്റെ മുന്നിലൊരു ചൂട്ടായി, ഒരു പക്ഷേ വെളിച്ചമുള്ള നിഴലായി അദ്ദേഹം എനിക്ക് പഠിപ്പിച്ചു തന്ന ആ സിനോപ്സിസ് നിൽക്കുന്നു. ഇങ്ങനെയെല്ലാം പറയാൻ പറ്റുന്ന അനുഭവങ്ങളുടെ അനേകം തിരമാലകൾ കൊണ്ട് നിർമ്മിച്ചെടുത്ത ഓർമ്മകളുടെ അതിശക്തമായ സൂര്യപ്രകാശത്തിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. അങ്ങനെ ആയിരിക്കണം ഒരു പക്ഷേ ഈ പുസ്തകത്തിൻ്റെ പുറംചട്ടയിൽ സർവകലാശാല സേവനത്തിൽ നിന്ന് വിരമിക്കുന്ന പ്രിയ ഗുരുനാഥൻ ഡോക്ടർ A ഉണ്ണികൃഷ്ണൻ സാറിനോടുള്ള ബഹുമാനാർത്ഥം പ്രകാശിപ്പിക്കുന്ന കൃതി എന്ന് വന്നത്. പ്രിയപ്പെട്ട നൗഷാദ്, പ്രിയപ്പെട്ട ശ്രീശൈലം ചൂണ്ടിക്കാണിക്കുമ്പോഴാണ് ഞാൻ ശ്രദ്ധിക്കുന്നത്, പ്രകാശിപ്പിക്കുക എന്ന വാക്ക് ഇവിടെ എഴുതുമ്പോൾ ഇത് നാം ഫേസ്ബുക്കിലേക്ക് പ്രകാശിപ്പിക്കാൻ വേണ്ടി ഒരു കവർ പേജിനെ അവതരിപ്പിക്കലാണോ എന്ന ധാരണയുണ്ടാകുമോ? ആദ്യം അത് കേട്ടെങ്കിലും ഞാൻ എൻ്റെ ഉള്ളിനോട് ചോദിച്ചു. ബ്ലാക്ക് സ്വാനിനെ തപ്പിയിറങ്ങിയ സ്കറിയ സക്കറിയ മാഷ് എൻ്റെ മനസ്സിലിട്ട പടികൾ പോലെ ഞാൻ ഉള്ളിനോട് ചോദിച്ചു, എന്തേ പ്രകാശം എന്ന വാക്കിനെ നീ എനിക്ക് തന്നു? അതൊരു പക്ഷേ മമ്മടാചാര്യർ പറഞ്ഞ കാവ്യപ്രകാശം എന്ന കൃതിയിൽ നിങ്ങൾ വെളിച്ചത്തെ കണ്ടിട്ടുണ്ടോ? ഉണങ്ങിയ വിറക് കൊള്ളിയിലേക്ക് സൂര്യൻ പ്രകാശത്തെ കൊടുക്കുന്നത് പോലെ വരണ്ടുണങ്ങിയ ശരീരത്തിന് ജലം ഓജസ്സിനെ പ്രദാനം ചെയ്യുന്നത് പോലെ കാവ്യഗുണങ്ങളിൽ പ്രസാദം തിളങ്ങി നിൽക്കുമെന്ന്
പ്രകാശത്തെ എടുത്തു വെച്ചുകൊണ്ട് മമ്മടാചാര്യർ പറയും. ആ പ്രകാശം എന്ന കൽപ്പനയെ ജീവിതത്തിൻ്റെ പ്രകാശമാക്കി തീർത്ത വലിയ അധ്യാപകനാണ് എൻ്റെ ഉണ്ണിസാർ. അതുകൊണ്ട് ഉണ്ണിസാറിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടല്ലാതെ ഞാൻ ഈ സ്വാഗത പ്രസംഗം നടത്തുന്നത് പൂർണ്ണമാവുകയില്ല. ഒരു ചെറിയ കാര്യം കൂടി പറഞ്ഞ് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് നേരിട്ട് കടക്കാം. കേരള സർവകലാശാലയിലെ മലയാളം അധ്യാപകനായി സാർ പ്രവേശിച്ച് കഴിഞ്ഞ ശേഷം അവിടുത്തെ ആപ്ലിക്കേഷനൊക്കെ വാങ്ങി ഇൻ്റർവ്യൂവിൽ പങ്കെടുത്ത് കേരള സർവകലാശാലയുടെ ഇൻ്റർവ്യൂ ബോർഡിന് മുന്നിലേക്ക് പങ്കെടുത്ത് പരാജയം സ്വയം അംഗീകരിച്ചു കൊടുക്കുമ്പോൾ അത് താങ്കളുടെ പ്രതിഭയ്ക്ക് ചേർന്നതല്ല എന്ന് അദ്ദേഹം പറഞ്ഞു. ഇതെൻ്റെ ജീവിതത്തിൽ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ വെളിച്ചങ്ങളിലൊന്നാണ്. ഇത് ഞാൻ എൻ്റെ മക്കൾക്കും എൻ്റെ മുന്നിലെത്തുന്ന എൻ്റെ മക്കൾക്കും എല്ലാവർക്കുമായി കൊടുത്തുകൊണ്ടേയിരിക്കുന്നു. ആ ഉണ്ണിസാറിന് ആദരവർപ്പിക്കുന്ന ഈ സമാദരണ സദസ്സിൻ്റെ അധ്യക്ഷൻ പ്രിയപ്പെട്ട TG മാധവൻകുട്ടി സാറാണ്. മാധവൻകുട്ടി സാറിൻ്റെ 1-2 ക്ലാസ്സിലല്ല ഞാൻ ഇരുന്നിട്ടുള്ളത്. മാധവൻകുട്ടി സാറ് ഇപ്പോൾ ഇവിടെ ഇന്ന് രാവിലെ പ്രകാശനം ചെയ്ത ആർജവത്തിൽ എഴുതിയിട്ടുണ്ട്, എൻ്റെ പ്രിയപ്പെട്ട ശിഷ്യൻ ഉണ്ണികൃഷ്ണൻ. സാറിൻ്റെ മറ്റൊരു പ്രിയപ്പെട്ട ശിഷ്യനാണ് അദ്ദേഹം റിട്ടയർ ചെയ്യുന്ന ഘട്ടത്തിൽ യൂണിവേഴ്സിറ്റി കോളേജിൽ ഇരുന്ന് പഠിച്ച ഞാനും. സജീവ് സാറൊക്കെ ഉണ്ട്, സാറിനൊക്കെ ഓർമ്മയുണ്ടാവും. മഹാകാവ്യ പ്രസ്ഥാനം എന്ന് ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് പുറത്തിറക്കിയ അദ്ദേഹത്തിൻ്റെ പുസ്തകം തലങ്ങും വിലങ്ങും വായിച്ചിട്ടാണ് മഹാകാവ്യ പ്രസ്ഥാനം എന്തുകൊണ്ട് മലയാള കവിതയിൽ വേരറ്റുപോയി എന്ന തിയറി നമ്മൾ സൃഷ്ടിച്ചെടുക്കുന്നു. പ്രിയപ്പെട്ട TG മാധവൻകുട്ടി സാർ എൻ്റെ ഈ സ്വാഗത പ്രസംഗം കഴിയുന്ന മുറയ്ക്ക് ഇവിടേക്ക് ആഗതനാകുമെന്ന് അറിയിച്ചിട്ടുണ്ട്. ഞാൻ അദ്ദേഹത്തിന് സ്വാഗതം അർപ്പിക്കുകയാണ്. നമ്മുടെ ഈ മീറ്റിങ്ങിൽ പ്രിയപ്പെട്ട ഉണ്ണിസാറിന് അനുഗ്രഹ ഭാഷണം നടത്തുന്നതും ഈ മീറ്റിങ്ങിനെ ഉദ്ഘാടനം ചെയ്യുന്നതും അടൂർ ഗോപാലകൃഷ്ണൻ എന്ന വലിയ മലയാളിയാണ്. നമ്മുടെ കണ്ണുകൾ ചെറുതും നമ്മുടെ മുന്നിലിരിക്കുന്ന അടൂരിൻ്റെ രൂപം ചെറുതുമായതുകൊണ്ട് അടൂരിൻ്റെ വലിപ്പം നമുക്കറിയാൻ പറ്റില്ല. ചരിത്രത്തിൽ അദ്ദേഹം നിർമ്മിച്ചു വെച്ച ദൃശ്യകൽപ്പനകൾ ആത്മാവിൻ്റെ ഹിമാലയം പോലെ വലുതാണ്. അഴീക്കോട് മാഷിൽ നിന്ന് ഞാൻ എടുക്കുകയും സ്വയംവരം എന്ന സിനിമ കാണുമ്പോൾ അറിയാം, അക്ഷരങ്ങളെ അഭ്രപാളിയിലേക്ക് കൊണ്ടുവരുന്ന ഒരു റൈറ്ററുടെ വേദനയെ, അതൊരു പക്ഷേ എക്സിസ്റ്റൻഷ്യൽ ഫീലിംഗ് ആണെങ്കിൽ അങ്ങനെ, അത് സ്വയംവരം മുതൽ കഥാപുരുഷനിലൂടെ ആവർത്തിക്കുന്ന അടൂരിൻ്റെ ആ ചലച്ചിത്ര വൈദഗ്ധ്യത്തെ, തൻ്റെ ഉളിയെടുത്ത് അഭ്രപാളിയിൽ കൊത്തുന്ന ആ കലയെ നാം എത്രയോ വട്ടം കണ്ടിട്ടുണ്ടെന്ന് മാത്രമല്ല, സിനിമയുടെ ലോകം എന്ന പുസ്തകത്തിലൂടെ നാം ചലച്ചിത്രത്തിൻ്റെ സൗന്ദര്യശാസ്ത്രത്തെ പഠിച്ചിട്ടുമുണ്ട്. നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട അടൂർ ഗോപാലകൃഷ്ണൻ സാറിന് ഈ മീറ്റിംഗിലേക്ക് ആദരവോടുകൂടി സ്വാഗതം ചെയ്യുക. മറ്റൊരാൾ പ്രിയപ്പെട്ട ശ്രീകുമാരൻ തമ്പി സാർ. തീർച്ചയായിട്ടും തമ്പി സാറിൻ്റെ പാട്ടുകൾ എങ്ങനെയാണോ നമുക്കിടയിലേക്ക് കടന്നു വരുന്നത്, അതുമാതിരിയാണ് മാഷി മീറ്റിംഗിലേക്ക് കയറി വന്നത്. കുറച്ച് നാളുകൾക്ക് മുൻപ് അഴീക്കോട് മാഷിൻ്റെ ഓർമ്മകളുടെ ഒരു വേദിയിൽ വെച്ച് അദ്ദേഹത്തോടൊപ്പം പങ്കെടുക്കാനുള്ള വലിയ അവസരം എനിക്ക് കിട്ടിയിരുന്നു. കണ്ണടച്ച് കിടക്കുമ്പോൾ അന്നമയകോശത്തെ അനുഭവിച്ചതിന് ശേഷം എന്നാൽ പിന്നെ ഓൾ ഇന്ത്യ റേഡിയോയിൽ നിന്നൊരു പാട്ട് കേൾക്കാമെന്ന് വിചാരിക്കുമ്പോൾ അന്നത്തിനുമേൽ പ്രണയത്തിൻ്റെ സൗന്ദര്യം എങ്ങനെ എന്നനുഭവിക്കുന്ന കാവ്യലോകങ്ങളുടെ ഒരു വലിയ ഉസ്താദാണ് ശ്രീകുമാരൻ തമ്പി എന്ന് നമുക്കറിയാം. നോവലിലും കവിതയിലും കാവ്യരചനയിലും ചലച്ചിത്ര കാവ്യരചനയിലും ചലച്ചിത്ര സംവിധാനത്തിലും അഹത്തെക്കുറിച്ചും ബ്രഹ്മത്തെക്കുറിച്ചും എന്ന് അദ്ദേഹം പ്രസംഗിച്ചു. അഴീക്കോട് മാഷിനെ കുറിച്ച് പറയുമ്പോൾ ഈ ബ്രഹ്മം എങ്ങനെ ബന്ധുക്കൾ ശത്രുക്കളിൽ ആവിഷ്കരിക്കുന്നുവെന്ന് അദ്ദേഹം പ്രസംഗിച്ചപ്പോൾ ഞാൻ ഓർക്കുകയായിരുന്നു. പ്രിയപ്പെട്ട ശ്രീകുമാരൻ തമ്പി സാറിന് ഈ ചടങ്ങിലേക്ക് ഞാനത് സ്വാഗതം ചെയ്യും. കേരള സർവകലാശാലയിലെ അധ്യാപന ജീവിതത്തിൻ്റെ ഞങ്ങളുടെ എല്ലാം താങ്ങാണ് പ്രിയപ്പെട്ട രാധാമണി ടീച്ചർ. രാധാമണി ടീച്ചർ സാഹിത്യ പഠന വിഭാഗത്തിലെ ഒരു അംഗമല്ല. ശാസ്ത്ര പഠനത്തിൽ വളരെ സീനിയർ ആയിട്ടുള്ളൊരു ടീച്ചർ എന്നുള്ള നിലയിലല്ല ടീച്ചർ പലപ്പോഴും ഞങ്ങളോടൊക്കെ ഇടപഴകുന്നത്. ഒരു സഹോദരിയെപ്പോലെ, അമ്മയെപ്പോലെ, സാഹിത്യ വായനക്കാരിയെപ്പോലെ, ഏതെങ്കിലും ഒരു ജേർണലിൽ ഒരു ആർട്ടിക്കിൾ വന്നാൽ
ടീച്ചറുടെ വീട്ടിൽ നിന്ന് 2 വിളികൾ എപ്പോഴും ഉണ്ടാകും. ടീച്ചറുടെ വിളി, ടീച്ചറുടെ ജീവിത പങ്കാളിയുടെ വിളി. ഞാനിപ്പോഴും ഓർക്കുന്നത് ദേശാഭിമാനി വാരികയിൽ കാസാസാന്തയിലെ സ്പെക്ട്രോമീറ്ററുകൾ എന്ന പേരിൽ സുധീർ സാർ, DTP ചെയ്ത സാർ ഇവിടെയുണ്ട്. അദ്ദേഹമാണ് അതിനെ ഉർബി എ തുർബി എന്നെൻ്റെ വാക്കിനെ കൃത്യമായി ഉർബി എ തുർബി എന്ന് തന്നെ അച്ചടിച്ചത്. അന്ന് പാപ്പ മഴ നനഞ്ഞുകൊണ്ട് അംഗരക്ഷകരോടൊപ്പം നടന്നുപോയ ആ മഴ നനയിൽ ജീവിതത്തെ ആസ്വദിച്ച് വിളിച്ചു പറഞ്ഞ രാധാമണി ടീച്ചറെയും അദ്ദേഹത്തിൻ്റെ ജീവിത പങ്കാളിയെയും ഞാൻ ഓർക്കുകയാണ്. കേരള സർവകലാശാലയുടെ സിൻഡിക്കേറ്റ് മെമ്പറായ രാധാമണി ടീച്ചർക്ക് ഈ മീറ്റിങ്ങിലേക്ക് ആദരവോടുകൂടി സ്വാഗതം അർപ്പിക്കുന്നു. ഈ മീറ്റിങ്ങിൽ ഒറ്റ മെയ് പോലെ, ഒറ്റ ശരീരം പോലെ പ്രവർത്തിക്കുന്ന ഞങ്ങളുടെ ഒരു വലിയ ചിറകുണ്ട്, ശ്രീശൈലം ഉണ്ണികൃഷ്ണൻ. അദ്ദേഹത്തിന് സ്വാഗതത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. അത് ഒരു ബേക്കറിയിലെ വിശിഷ്ട ഭോജ്യത്തിന് മുകളിൽ അലങ്കാരം പോലെ വയ്ക്കുന്ന ചെറിപ്പഴമുണ്ടല്ലോ, ആ സൗന്ദര്യമാണ് ശ്രീശൈലത്തിൻ്റെ ചിരി എന്ന് ഞാൻ പറയുമ്പോൾ ശ്രീശൈലം അതിലൊട്ടും അഹങ്കരിക്കരുത്. എല്ലാം ഒറ്റ മനസ്സോടുകൂടി നമ്മൾ ഒരുമിച്ച് നിന്ന് പ്രവർത്തിച്ച് പ്രിയപ്പെട്ട ഗുരുനാഥൻ്റെ ഈ മീറ്റിങ്ങിനെ പരിഷ്ടമാക്കി തീർക്കുകയാണ്. അതോടൊപ്പം തന്നെ ഈ മീറ്റിങ്ങിൽ പങ്കെടുക്കുന്ന നമ്മുടെ രമേശുണ്ട്, പ്രിയപ്പെട്ട സുഹൃത്തുക്കളുണ്ട്. ഓരോരുത്തരെയായി ഞാൻ പറയുന്നില്ല, എല്ലാ ഗവേഷകരും ഇവിടെയുണ്ട്. തിരുവനന്തപുരത്തെയും കേരളത്തിലെയും പ്രമുഖരായ എഴുത്തുകാരിൽ പലരും ഇവിടെയുണ്ട്. സാറിൻ്റെ മകൾക്ക് മഹിമയ്ക്ക് ഇന്ന് അദ്ദേഹത്തിൻ്റെ പദവിയുടെ പേരിൽ അദ്ദേഹം ഡോക്ടറേറ്റ് നേടിയിരിക്കുന്നു. അമേരിക്കയിലെ ഇലിനോയ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കെമിസ്ട്രി. അതൊരു പക്ഷേ സാറിൻ്റെ എഴുത്തിലും ഈ കെമിസ്ട്രി ഉണ്ട്. ഇവിടെ ഒരുപക്ഷെ അജയൻ ബനേറ അത് വിശദീകരിച്ചപ്പോൾ ഇങ്ങനെ പറയുകയുണ്ട്, കെമിസ്ട്രിയുടെ ഒരു സൂക്ഷ്മതയുണ്ടല്ലോ. അതൊരു പക്ഷേ പറഞ്ഞു വരുമ്പോൾ ഗബ്രിയേല മർക്കേസിൻ്റെ വിശദമായ ജീവചരിത്രത്തിലൊരു വാക്കുണ്ട്, ദ കെമിസ്ട്രി ഓഫ് റൈറ്റിംഗ്. കെമിസ്ട്രി ഓഫ് റൈറ്റിംഗ് പഠിക്കാൻ നിങ്ങൾ ഗബ്രിയേല മർക്കേസിനെ തുറക്കൂ, ഒരിക്കലും പൗലോ കോലോനെ തുറക്കരുത് എന്ന് പറയണ ഒരു ജീവചരിത്ര ശാസ്ത്രമുണ്ട്. മഹിമയ്ക്ക് എന്നിവിടെ ആദരവർപ്പിക്കുന്നുണ്ട്. പ്രിയപ്പെട്ട മഹിമയ്ക്കും സാറിൻ്റെ കുടുംബാംഗങ്ങൾക്കും ബന്ധുക്കൾക്കും മറ്റ് പ്രിയപ്പെട്ട സ്കോളേഴ്സിനും ബന്ധുമിത്രാദികൾക്കും നാട്ടുകാർക്കും ഞാൻ എൻ്റെ സ്വാഗതം അർപ്പിക്കുകയാണ്. ഡോക്ടർ എ ഉണ്ണികൃഷ്ണൻ എന്ന വലിയ അധ്യാപകന് സത്യത്തിൽ ഞാൻ സ്വാഗതം പറയേണ്ടതില്ല. ഞാൻ സ്വാഗതം പറയുന്നത് ഈ മീറ്റിങ്ങിനെ യോജിച്ചതാവുകയില്ല. ഞാൻ അദ്ദേഹത്തെ എല്ലാ സ്നേഹത്തോടും കൂടി ഞാൻ അദ്ദേഹത്തെ വന്ദിക്കുന്നു. പ്രിയപ്പെട്ട ഉണ്ണിസാറിനും നമസ്കാരം. എല്ലാവരെയും ഈ മീറ്റിങ്ങിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വർത്തമാനത്തിൽ നിന്ന് വിടവാങ്ങുന്നു. പ്രിയപ്പെട്ടവരെ, ആദരണീയനായ ശ്രീകുമാരൻ നമ്പി സാറും കൂടെ ഇവിടെ എത്തിച്ചേർന്നപ്പോൾ ഈ സദസ്സ് അങ്ങേയറ്റം ധന്യമായിരിക്കുകയാണ്. ഇവിടെ അധ്യക്ഷനായിട്ട് ഈ സഭയെ നിയന്ത്രിക്കേണ്ടത് ഡോക്ടർ TG മാധവൻകുട്ടി സാറാണ്. ഡോക്ടർ എ ഉണ്ണികൃഷ്ണൻ സാറിൻ്റെ ഗുരുനാഥനാണ് അദ്ദേഹം ഉടൻ തന്നെ എത്തിച്ചേരുന്നതാണ് എന്ന് അറിയിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ അനുവാദത്തോടെയാണ് നമ്മൾ ഈ സമാദരണ സദസ്സ് ആരംഭിച്ചത്. ഈ സമാദരണ സഭ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുന്നത് മലയാളിയുടെ സാംസ്കാരിക അഭിമാനമായ ശ്രീ അടൂർ ഗോപാലകൃഷ്ണൻ സാറാണ്. അദ്ദേഹം നിലവിളക്കിൽ ആ ദീപം തെളിച്ചുകൊണ്ട് ഈ സമാദരണ സദസ്സ് ഉദ്ഘാടനം ചെയ്യും. അതിനുശേഷം അദ്ദേഹം നമ്മോട് സംസാരിക്കുന്നതാണ്. വിദ്യാഭ്യാസത്തോടെ അറിവിനോട്
അനുഭവങ്ങളോടെയുള്ള നമ്മുടെ മനോഭാവം മാത്രമാണ്. ഇത് ഒരുപക്ഷെ ഡോക്ടർ എം ഉണ്ണികൃഷ്ണനെ പോലെ ഉള്ള ഒരു അധ്യാപകൻ റിട്ടയർ ചെയ്ത് പോകേണ്ട ആവശ്യമില്ല. അദ്ദേഹം ശരിക്കും പറഞ്ഞാൽ ക്യാമ്പസിൽ പോയില്ലെങ്കിൽ പോലും വിദ്യാർത്ഥികൾക്ക് അവർക്ക് നേതൃത്വം കൊടുക്കാൻ, അവർക്ക് ഉപദേശം കൊടുക്കാൻ, അവർക്ക് പ്രചോദനം കൊടുക്കാൻ ഒക്കെ കഴിയുന്ന ഒരു വ്യക്തിത്വമാണ്. അത് എഴുതിയിട്ടുള്ള പുസ്തകങ്ങൾ നോക്കിയാൽ ശരിക്കും ഇത്രയധികം ഭാഷാ പഠനം നടത്തിയിട്ടുള്ള ഒരു ചുരുക്കമാണ് നമ്മുടെ പണ്ഡിതന്മാരുടെ. അപ്പോൾ ഒരു പൂർണ്ണമായിട്ടും ഈ ഭാഷയ്ക്ക് വേണ്ടിയിട്ടും നമ്മുടെ സാഹിത്യത്തിന് വേണ്ടിയിട്ടും ചുരുക്കത്തിൽ നമ്മുടെ സാംസ്കാരിക ജീവിതത്തിന് വേണ്ടിയിട്ടും മാറ്റിവെച്ച ഒരു വലിയ വലിയ മനസ്സാണ് ശ്രീ എ ഉണ്ണികൃഷ്ണൻ. അദ്ദേഹത്തിന് നമ്മളിവിടെ ഒരു മീറ്റിംഗ് കൂടി തീരുമാനിച്ചാൽ നാളെ മാറുകയൊന്നുമില്ല, നാളെ ഒന്നും മാറുന്നില്ല. കാലങ്ങൾ പിടിക്കും യൂണിവേഴ്സിറ്റിക്ക് എന്തെങ്കിലും പുതിയ ആശയങ്ങൾ തോന്നുക എന്ന് പറയുന്നത് യൂണിവേഴ്സിറ്റിക്ക് പതിവില്ല. എല്ലാവരും നടപ്പിലായി. ഒരുപക്ഷെ അതിൻ്റെ ആ ഒരു വേവ് തന്നെ, അതിൻ്റെ ഒരു തിരത്തള്ളൽ തന്നെ അവസാനിച്ചതിന് ശേഷമാണ് യൂണിവേഴ്സിറ്റികൾ ഒരു കാര്യത്തിലേക്ക് ഉണരുന്നത്. അങ്ങനെയല്ല ലോകത്തെല്ലാ സ്ഥലങ്ങളിലും പുതിയ പ്രസ്ഥാനങ്ങൾ ഉണ്ടാകുന്നത് യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ്. കാരണം അത് ഇൻ്റലക്ച്വൽസിൻ്റെ കേന്ദ്രമാണ്. അതുകൊണ്ട് തന്നെ അവർക്കാണ് പുതിയ കാര്യങ്ങളെപ്പറ്റി ബോധവാന്മാരാകുന്നതും അതിനെപ്പറ്റി ചിന്തിക്കാനും ആ വഴിക്ക് പ്രവർത്തിക്കാനുമുള്ള അവസരങ്ങൾ ഉണ്ടാകുന്നത്. നമ്മുടെ നാട്ടിൽ യൂണിവേഴ്സിറ്റി എനിക്കറിയാം, സിനിമാ പഠനത്തെ പറ്റി തന്നെ എൻ്റെ അനുഭവമുണ്ട്. സിനിമ എന്ന് പറഞ്ഞാൽ മോശപ്പെട്ട ഒരു ഏർപ്പാടായിരുന്നു പണ്ട്. ഒരു 50 വർഷത്തിന് മുമ്പ് വരെ തുടങ്ങിയ വളരെ ദീർഘമായ പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടാണ് ഇപ്പോൾ ചില ക്ലാസ്സിൽ സിനിമാ പഠനം ഏർപ്പെടുത്തിയിട്ടുള്ളത്. പക്ഷെ അതും ഒരു മനസ്സോടെയാണ് ഇത് പഠിപ്പിക്കുന്ന അധ്യാപകരെ എങ്ങനെയാണ് സിനിമയുടെ എസ്തറ്റിക്സോ അതിൻ്റെ കുറഞ്ഞ വർഷം അത്യാവശ്യം തിയറിയോ ഇതൊന്നും പഠിപ്പിക്കുന്നില്ല. അത് ആ വിദ്യാർത്ഥികളും അധ്യാപകരും ഒരേപോലെ ചെയ്യുന്നത് ആരെങ്കിലും എഴുതിയ ഗൈഡ് വെച്ചിട്ടാണ് അവർ പരീക്ഷ എഴുതുന്നത്. അവർക്ക് ചോദ്യങ്ങളും ഉത്തരങ്ങളുമൊക്കെ ഏതെങ്കിലും നമ്മുടെ ഐകായികകാരന്മാരെ പറ്റിയുള്ള ഒരു പരീക്ഷ പോലെ ആയിരിക്കും. അങ്ങനെ പ്രത്യേകിച്ച് ഒരു സിനിമ ഒരു വിഷയമായിട്ട് ഇന്ന് പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ പോലും, പഠന വിഷയമായിട്ടുണ്ടെങ്കിൽ പോലും പഠിപ്പിക്കുന്നില്ല. പഠന വിഷയമായിട്ടൊരു നോൺ ഡീറ്റെയിൽഡോ ഒക്കെ ആയിട്ട് ഉണ്ടെങ്കിൽ പോലും യാതൊരു രീതിയിലുള്ള ഓറിയൻറ്റേഷനും പഠിക്കുന്നവർക്കോ കിട്ടുന്നില്ല എന്നതാണ് സത്യം. കാരണം ഇതിനകത്തൊന്നും താല്പര്യമില്ല. ഇതൊക്കെ ഒരു ഫാഷൻ്റെ ഭാഗമായിട്ട് ഇങ്ങനെ 4 പേര് അപ്പുറത്തുള്ള യൂണിവേഴ്സിറ്റി ഇപ്പുറത്തുള്ള യൂണിവേഴ്സിറ്റിയിലൊക്കെ ഇങ്ങനെ ആരംഭിച്ചിട്ടുണ്ട്, അവിടെ നമുക്ക് ചെയ്യാം എന്നുള്ള രീതിയിൽ അപ്പുറം പോയിട്ട് അതിനകത്തേക്ക് ഒരു പ്രവേശിച്ചിട്ടുള്ള പ്രവർത്തനമല്ല നടക്കുന്നത്. തീർച്ചയായിട്ടും ഇതൊരു നടക്കുന്ന ഈ ആദരവ് എന്ന് പറയുന്ന ചടങ്ങ് തന്നെ ഇതൊരു വലിയ സംഗതിയാണ്. നമുക്ക് നമ്മളെപ്പറ്റി തന്നെ അഭിമാനം തോന്നാവുന്ന ഒരു സംഗതിയായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത്. ഈ സമാപന സമ്മേളനം ഔപചാരികമായിട്ട് ഉദ്ഘാടനം ചെയ്തതായിട്ട് പ്രഖ്യാപിക്കുന്നു. നമസ്കാരം. പത്മവിഭൂഷൺ അടൂർ ഗോപാലകൃഷ്ണൻ സാറിന് സ്നേഹാദരങ്ങളോടെ നന്ദി. ഈ സമാദരണ സദസ്സിൻ്റെ അധ്യക്ഷപദം അലങ്കരിച്ച് സംസാരിക്കുന്നതിന് വേണ്ടി എഴുത്തുകാരനും യൂണിവേഴ്സിറ്റി കോളേജ് മലയാള വിഭാഗം മുൻ അധ്യക്ഷനുമായ ഡോക്ടർ TG മാധവൻകുട്ടി സാറിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ചലച്ചിത്ര സാമ്രാജ്യത്തിലെ 2 കുലപതികളാണ് നമ്മോടൊപ്പം ഉള്ളത്. പിന്നെ എൻ്റെ പ്രിയപ്പെട്ട ശിഷ്യൻ ഉണ്ണികൃഷ്ണൻ, പിന്നെ വേദിയിലിരിക്കുന്ന വേദിയിലും സദസ്സിലും ഇരിക്കുന്ന ആരാധ്യരെ, സുഹൃത്തുക്കളെ, എല്ലാവരുടെയും ആദ്യമായി എൻ്റെ ആദരം അർപ്പിച്ചുകൊണ്ട് ഞാൻ തുടങ്ങട്ടെ. ഉണ്ണികൃഷ്ണനെ യൂണിവേഴ്സിറ്റി കോളേജിൽ 1986 പഠിപ്പിക്കാനുള്ള സൗഭാഗ്യം എനിക്കുണ്ടായി. എൻ്റെ ശിഷ്യനെന്നല്ല, ഉണ്ണികൃഷ്ണൻ്റെ ഗുരു എന്ന
ബഹുമതിയാണ് ഏറ്റവും നന്നായിരിക്കുന്നത്. അപ്പോൾ അടൂർ സാറിൻ്റെ അച്ഛനെ കുറിച്ചല്ല, അടൂർ സാറിൻ്റെ അച്ഛൻ അല്ലെങ്കിൽ ശ്രീ ഗുരുനാനന്ദ സാറിൻ്റെ അച്ഛൻ എന്നാണ് അവര് അറിയപ്പെടുന്നത്. അപ്പോൾ മക്കളും ശിഷ്യന്മാരും ഒക്കെ നമ്മളെക്കാൾ വളരുമ്പോൾ അവരുടെ പേരിലാണ് നമ്മൾ അറിയുന്നത്. അതുകൊണ്ട് ഉണ്ണികൃഷ്ണൻ എന്ന ശിഷ്യൻ്റെ ഒരു അധ്യാപകൻ എന്ന തലത്തിൽ അറിയപ്പെടുന്ന അറിയപ്പെടാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. സമർത്ഥനായ വിദ്യാർത്ഥി, പ്രഗത്ഭനായ അധ്യാപകൻ, സർഗധനനായ സാഹിത്യകാരൻ, നിരീക്ഷണ പടുവായ ഗവേഷകൻ, ഒന്നാന്തരം സംഘാടകൻ, സാംസ്കാരിക നായകൻ എന്നീ ബഹുമുഖ പ്രതിഭയുള്ള ഉണ്ണികൃഷ്ണനെ പറ്റി എന്നും അഭിമാനവും ഇപ്പോൾ ആദരവും തോന്നിപ്പോകുന്നു. അദ്ദേഹം യൂണിവേഴ്സിറ്റി കോളേജിൽ പഠിക്കാൻ വരുന്നത് അവിടെ തന്നെ BA ഇംഗ്ലീഷ് കഴിഞ്ഞതിന് ശേഷമാണ്. അത്ര കഠിനാധ്വാനിയായ ഒരു വിദ്യാർത്ഥിയെ ഉണ്ണികൃഷ്ണന് മുമ്പും ഉണ്ണികൃഷ്ണന് ശേഷവും ഉണ്ടായിരുന്നില്ല. ഒരു ഉദാഹരണം ഞാൻ പറയുകയാണ്. ഇപ്പോൾ MA ക്ലാസ്സൊക്കെ അവസാനം ഈ പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുമ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ, ചോദ്യപേപ്പർ, പഴയ കാലങ്ങളിലെ ചോദ്യപേപ്പർ ചർച്ച ചെയ്യാറുണ്ട്. അങ്ങനെ ചർച്ച ചെയ്യുമ്പോൾ ഞങ്ങളൊക്കെ പറയാറുണ്ട്, ഒരു 4-5 കൊല്ലത്തെ ചോദ്യപേപ്പറുകൾ യൂണിവേഴ്സിറ്റി സ്റ്റോറിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും. ഏത് പരീക്ഷയുടെയും ചോദ്യപേപ്പർ യൂണിവേഴ്സിറ്റി സ്റ്റോറിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും. അതൊക്കെ വാങ്ങിച്ച് നിങ്ങൾ പരിശോധിച്ച് പരീക്ഷയ്ക്ക് കൂടുതൽ തയ്യാറാകണം എന്ന് പറഞ്ഞു. ഉണ്ണികൃഷ്ണൻ ചോദ്യപേപ്പർ വായിച്ച് നോക്കുകയല്ല, 5 കൊല്ലത്തെ പ്രധാനപ്പെട്ട പേപ്പറുകൾ, ഭാഷാശാസ്ത്രം, കേരള പാണിനീയം, സാഹിത്യ നിരൂപണം, പ്രാചീന കവിത തുടങ്ങിയ 5 പ്രധാനപ്പെട്ട പേപ്പറുകളുടെ ചോദ്യങ്ങളുടെ പരീക്ഷ വീട്ടിൽ വച്ച് നടത്തി. അതിൻ്റെ ഉത്തരക്കടലാസുകൾ ഞങ്ങളെ കൊണ്ട് അധ്യാപകരെ കൊണ്ട് കാണിച്ചിട്ടുണ്ട്. അന്ന് ആ ഒരു അധ്വാനം ഉണ്ണികൃഷ്ണന് മുമ്പോ ഉണ്ണികൃഷ്ണന് ശേഷമോ ഒരു വിദ്യാർത്ഥിയിൽ നിന്നും ഉണ്ടായിട്ടില്ല. അത്ര കഠിനാധ്വാനിയായ ഒരു വിദ്യാർത്ഥിയായിരുന്നു. ഞങ്ങൾ അന്നേ ഉണ്ണികൃഷ്ണൻ റാങ്ക് ഉറപ്പിച്ചു. 1ാം റാങ്കോടുകൂടിയാണ് ജയിച്ചത്. അത് ഞങ്ങൾക്ക് കോളേജിനും ഡിപ്പാർട്ട്മെൻറ്റിനും ഒക്കെ വലിയ അഭിമാനം ആയിരുന്നു. മാത്രമല്ല, ഉണ്ണികൃഷ്ണനുള്ള വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ കോളേജിൽ നടക്കുന്ന, ഡിപ്പാർട്ട്മെൻറ്റിൽ നടക്കുന്ന എല്ലാ പരിപാടികൾക്കും നേതൃത്വം കൊടുക്കാൻ നല്ല ഒരു സംഘാടകൻ കൂടിയായിരുന്നു. അതുതന്നെ ഉണ്ണികൃഷ്ണൻ്റെ ആ ഒരു പ്രാഗൽഭ്യം അധ്യാപകർക്കെല്ലാം മനസ്സിലായി. ഞാൻ യൂണിവേഴ്സിറ്റി കോളേജിലേക്ക് വരാനുള്ള സാഹചര്യം ഒരുക്കിയത് ഞങ്ങളുടെ രണ്ടുടെയും ഗുരുവായ പന്മന രാമേന്ദ്രൻ സാറാണ്. ഞാൻ 5-6 കൊല്ലം മലബാർ സർവീസൊക്കെ കഴിഞ്ഞ് ആർട്സ് കോളേജിലേക്കാണ് ആദ്യത്തെ എൻ്റെ സ്ഥലം മാറ്റം. ആർട്സ് കോളേജിൽ വരുമ്പോൾ പന്മന സാറ് അവിടുത്തെ പ്രൊഫസറാണ്. അന്ന് 2nd ഗ്രേഡ്, 1st ഗ്രേഡ്, കേഡർ, നോൺ കേഡർ എന്നൊക്കെയാണ്. സാറന്ന് അവിടെ 2nd ഗ്രേഡ് കേഡർ പ്രൊഫസറാണ്. സാറിനെ ആദ്യമായിട്ട് പരിചയപ്പെട്ടു. എന്നിട്ട് സാറ് 1-2 വർഷം കഴിഞ്ഞിട്ട് ആർട്സ് കോളേജിൽ നിന്ന് പ്രൊമോഷനായി 1st ഗ്രേഡ് കേഡർ പ്രൊഫസറായി യൂണിവേഴ്സിറ്റി കോളേജിലേക്ക് പോവുകയാണ്. അപ്പോൾ സാറ് എന്നോട് ചോദിച്ചു, മാധവൻകുട്ടിയെ ഞാൻ അങ്ങോട്ട് കൊണ്ടുപോകാം എന്ന് പറഞ്ഞു. ഉണ്ണികൃഷ്ണനെയും എന്നെയും ഏതാണ്ട് മക്കളെ പോലെ വാത്സ്യത്തോടുകൂടി ഉള്ള ഒരു അധ്യാപകനായിരുന്നു, ഞങ്ങളുടെ ഗുരുനാഥനായിരുന്നു. അങ്ങനെ ഒരു ട്രാൻസ്ഫർ വന്നപ്പോൾ ഒരു സന്ധ്യാസമയത്ത് പന്മന സാറ് എൻ്റെ വീട് അന്വേഷിച്ച് വന്നു. മാധവൻകുട്ടി, യൂണിവേഴ്സിറ്റി കോളേജിലേക്ക് വരാനൊരു അവസരമുണ്ട്, ഒരു ആപ്ലിക്കേഷൻ ഞാൻ തയ്യാറാക്കിക്കൊണ്ടുവന്ന് ഒപ്പിട്ട് തരണം. ഞാൻ ഇപ്പോഴും വളരെ നന്ദിപൂർവ്വം ആദരപൂർവ്വം അദ്ദേഹത്തെ ഓർക്കുകയാണ്. അന്ന് പ്രായമായ ആ മനുഷ്യനൊരു രാത്രിയിൽ എൻ്റെ വീട് അന്വേഷിച്ച് തിരക്കി പിടിച്ചു വന്ന് എൻ്റെ സ്ഥലം മാറ്റത്തിന്. എന്നിട്ട് സാറ് തന്നെ
ഡയറക്ടറോട് ശുപാർശ ചെയ്ത് യൂണിവേഴ്സിറ്റി കോളേജിലേക്ക് എനിക്ക് മാറ്റം കിട്ടുകയും ചെയ്തു. സാറ് റിട്ടയർ ചെയ്യുന്നത് വരെ 3 ഘട്ടങ്ങളായി യൂണിവേഴ്സിറ്റി കോളേജിൽ ഒരു 12.5 വർഷം ഞാൻ ജോലി ചെയ്തിട്ടുണ്ട്. 5 കൊല്ലം വിമൻസ് കോളേജിലും 5 കൊല്ലം ആർട്സ് കോളേജിലും ജോലി ചെയ്തിട്ടുള്ളത്. അന്നാണ് ഉണ്ണികൃഷ്ണൻ്റെ കഴിവ് മനസ്സിലാക്കിയ പന്മന സാറ്. പിന്നീട് പന്മന സാർ റിട്ടയർ ചെയ്തതിന് ശേഷം ഞങ്ങളുടെ കൂടിക്കാഴ്ചകൾ സാറിൻ്റെ വീട്ടിലാണ്. വൈദ്യക്കാട് കൈരളിയിലെ ഗാന്ധിനഗറുള്ള കൈരളിയിൽ ഉണ്ണികൃഷ്ണൻ വരും. ഉണ്ണികൃഷ്ണനെ കാത്തിരിക്കുകയാണ്. സാറിന് ശാരീരിക ആവശ്യതകളുണ്ട്. അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും ഉണ്ണികൃഷ്ണനെ ഏൽപ്പിക്കാൻ വേണ്ടി കോട്ടയത്ത് പ്രവർത്തിക്കുമ്പോൾ ശനിയും ഞായറും അങ്ങനെ കാത്തിരുന്ന് ഇവരുടെ സ്തുത്യർഹമായ പ്രവർത്തനം PK പരമേശ്വരൻ നായർ സ്മാരക ട്രസ്റ്റിൻ്റെ ഇതാണ്. ഉണ്ണികൃഷ്ണനെ ഞാൻ ഏറ്റവും വാഴ്ത്തുന്നത് ആ ഒരു ട്രസ്റ്റിൻ്റെ പ്രവർത്തനം കൊണ്ടാണ്. എല്ലാ വർഷവും കൃത്യമായി സെമിനാറുകൾ നടത്തുകയും ആ സെമിനാറുകളുടെ പ്രബന്ധങ്ങൾ അടുത്ത വർഷം പുസ്തകമായി പുറപ്പെടുവിക്കുകയും ചെയ്തു. അങ്ങനെ ഏതാണ്ട് 20-25ഓളം പുസ്തകങ്ങൾ ഉണ്ണികൃഷ്ണനും പന്മന സാറും, പന്മന സാറിന് പ്രസിഡന്റ്, ഉണ്ണികൃഷ്ണൻ സെക്രട്ടറി, അടുത്ത വട്ടം ഉണ്ണികൃഷ്ണൻ സെക്രട്ടറി, പന്മന സാർ പ്രസിഡന്റ്, ഇങ്ങനെ മാറി മാറി അവരന്ന് നടത്തിയ ആ പ്രവർത്തനം എന്താണ് കേരളത്തിനാകെ മലയാളത്തിനാകെ ഒരു സമ്പത്തായിട്ടുണ്ട് ആ പുസ്തകങ്ങൾ. ആ പുസ്തകങ്ങളൊക്കെ ചൂടപ്പം പോലെ വിറ്റുപോയി. കാരണം മലയാളം MA BA പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ സിലബസുകൾ അത് ഭാഷാശാസ്ത്രവും സംസ്കാരവും ചരിത്രവും സാഹിത്യവും പത്രപ്രവർത്തനവും എല്ലാം ഉൾപ്പെടുത്തി ആ പുസ്തകങ്ങളാക്കി പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുണ്ട്. എല്ലാ മലയാള വിദ്യാർത്ഥികളും അത് തേടി പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ മലയാള ബിരുദാന്തര വിദ്യാർത്ഥികൾക്ക് റഫറൻസ് ബുക്കുകളുടെ ഒരു പരമ്പര തന്നെ ഇവരുടെ സൃഷ്ടിയായിട്ട് പുറത്തു വന്നിട്ടുണ്ട്. അത് അക്കാര്യത്തിൽ ഉണ്ണികൃഷ്ണനെ ആദരിക്കേണ്ട ഒരവസ്ഥയാണ്. യുവാവായ അദ്ദേഹത്തിൻ്റെ പരിശ്രമം. ചില കാര്യങ്ങളിലൊക്കെ ഞാനും വന്ന് പന്മന സാറിനെ സഹായിച്ചിട്ടുണ്ട്. ഉച്ചയ്ക്ക് പന്മന സാറ് വിളിക്കും, അവിടെ ചെല്ലും. അവിടുന്ന് ഊണൊക്കെ കഴിച്ച് ഉണ്ണികൃഷ്ണൻ്റെ വാഹനത്തിലാണ് ഞാൻ വീട്ടിലേക്ക് തിരിച്ചു പോകുന്നത്. അന്ന് തുടങ്ങിയ ആ അധ്വാനം, വിദ്യാർത്ഥിയായിരുന്നോൾ തുടങ്ങിയ ആ അധ്വാനം അദ്ദേഹം ഇന്നും, അതുകൊണ്ടാണ് ഏതാണ്ട് 21ഓളം പ്രബന്ധങ്ങൾ എനിക്ക് തോന്നുന്ന PhD പ്രൊഡ്യൂസ് ചെയ്തു. ഇനിയും 10-12 PhDകൾ പ്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നു. കാര്യവട്ടത്ത് സർവകലാശാല പ്രൊഫസർ പോലും ഇത്രയും PhD പ്രൊഡ്യൂസ് ചെയ്തിട്ടില്ല. അത് ഗിന്നസ് ബുക്കിൽ ചേർക്കേണ്ട ഒരത്ഭുതമാണ്. ഈ പ്രായത്തിനിടയിൽ ഇത്രമാത്രം. പിന്നെ 10-25ഓളം സാഹിത്യകൃതികൾ ആദ്യമൊക്കെ രചിച്ചത് എനിക്കും കോപ്പി തന്നിട്ടുണ്ട്. പിന്നെ പ്രഗത്ഭനായ ഒരു അധ്യാപകൻ, ഗവേഷകൻ എന്നു വേണ്ട ഒരു സാംസ്കാരിക നായകനായി ഉയർന്ന ഉണ്ണികൃഷ്ണൻ്റെ ആ ഉന്നതിയിൽ വളരെയധികം സന്തോഷിക്കുകയും അദ്ദേഹത്തിന് ഉണ്ണികൃഷ്ണനെ സംബന്ധിച്ചോളം റിട്ടയർമെൻ്റ് ഇല്ല. കാരണം ഈ സർക്കാർ ജീവനത്തിൻ്റെ ആ ഒരു പരിമിതികളിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ സാഹിത്യ ലോകത്തിലേക്ക്, സാംസ്കാരിക ലോകത്തിലേക്ക് പറന്ന് ഉയരാനുള്ള എല്ലാ സാധ്യതകളും തുറന്നു കിട്ടിയിരിക്കുക. സത്യത്തിൽ ഉണ്ണികൃഷ്ണൻ്റെ ഒരു ശ്രേഷ്ഠ സുഹൃത്ത് ശ്രീ ഉണ്ണികൃഷ്ണൻ, മറ്റൊരു ഉണ്ണികൃഷ്ണൻ, ആ ഉണ്ണികൃഷ്ണനും ശിഷ്യനായ മറ്റൊരു ഉണ്ണികൃഷ്ണനും ഉണ്ട്. നമ്മുടെ കൃഷ്ണൻ എന്നാൽ നമ്മുടെ അവതാര പുരുഷന്മാരിൽ ഏറ്റവും സംഭവ ബഹുലമായ ജീവിതം നയിച്ചത് കൃഷ്ണനാണ്. നമ്മുടെ 10 അവതാരങ്ങളിൽ അതായത് കംസന്റെ തടവറയിൽ നിന്ന് ജനിച്ച് അച്ഛനമ്മമാർക്ക് നിർദ്ദേശം കൊടുക്കുന്ന ബാലകൃഷ്ണൻ മുതൽ ശിശുവായ കൃഷ്ണൻ മുതൽ കുരുക്ഷേത്ര യുദ്ധത്തിൽ അർജുനന് ഗീതോപദേശം നടത്തുന്ന കൃഷ്ണൻ വരെ വളർന്ന
ആ ഒരു കൃഷ്ണാവതാരത്തിൻ്റെ ചൈതന്യം ഈ കൃഷ്ണനും ഉണ്ട്. അദ്ദേഹത്തിൻ്റെ ജീവിതം സംഭവബഹുലമാണ്. പിന്നെ ബാലകൃഷ്ണൻ എന്ന് പറഞ്ഞാൽ, ഉണ്ണികൃഷ്ണൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ബാലകൃഷ്ണൻ ഒരുപാട് ശൈശവ ലീലകളുള്ള കൃഷ്ണൻ. ഏതായാലും ഉണ്ണികൃഷ്ണന് ഈ അർത്ഥവത്തായ ഒരു പേര് നൽകിയ ഉണ്ണികൃഷ്ണൻ്റെ മാതാപിതാക്കളോട് എനിക്ക് ആദരം തോന്നുന്നു, കാരണം പ്രവർത്തനക്ഷമതയുടെ, അധ്വാനത്തിൻ്റെ, പഠനത്തിൻ്റെ, ഗവേഷണത്തിൻ്റെ എന്നു വേണ്ട മലയാള സാഹിത്യത്തിൽ ഒരു മുതൽക്കൂട്ടായി തീർന്ന ഉണ്ണികൃഷ്ണൻ എൻ്റെ ശിഷ്യനായിരുന്നു, ശിഷ്യനാണ്, എന്നും ശിഷ്യനാണ്. മാത്രമല്ല എന്നും ഞാൻ ഉണ്ണികൃഷ്ണനെ ഓർക്കും. എൻ്റെ മനസ്സിലെ എന്താണ് ഒരു നിത്യ സാന്നിധ്യമാണ്. ഇത്ര പ്രഗത്ഭനായ ഒരു വിദ്യാർത്ഥിയെ പഠിപ്പിക്കാനും അദ്ദേഹത്തോടൊത്ത് ചിലപ്പോഴൊക്കെ പ്രവർത്തിക്കാനും കഴിഞ്ഞത് ഒരു മഹാഭാഗ്യമായി കാണുകയാണ്. മറ്റൊരു വ്യക്തിയെ ഈ തരുണത്തിൽ ഞാൻ ഓർക്കുകയാണ്. കാരണം ഞാൻ ചിറ്റൂർ ഗവൺമെൻറ് കോളേജിൽ വർക്ക് ചെയ്യുമ്പോൾ ഉണ്ണികൃഷ്ണൻ 75-76 കാലഘട്ടത്തിലാണ്. അവിടെ മലയാളം BAക്ക് 4 കുട്ടികളെ ഉള്ളൂ, 3 പെൺകുട്ടികൾ, 1 ആൺകുട്ടികൾ. ഒരു 10-50 വർഷം മുമ്പുള്ള കാര്യമാണ്. അന്ന് ചിറ്റൂർ ഗവൺമെൻറ് കോളേജിൽ അഡ്മിഷന് പ്രയാസവുമില്ല. ഞാൻ നാട്ടിൽ നിന്നൊക്കെ ഒരുപാട് കുട്ടികളെ കൊണ്ടുപോയി അവിടെ ഫിസിക്സും കെമിസ്ട്രിയും സുവോളജിയും ഒക്കെ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. അന്ന് മലയാളം BAയിൽ പഠിച്ച രാമമൂർത്തി എന്ന ഒരു കുട്ടി. രാമമൂർത്തി ഒരു പൂജാരിയുടെ മകനാണ്. വളരെയധികം പ്രാരബ്ധങ്ങളും ദുഃഖങ്ങളും ഒക്കെ ഉള്ള രാമമൂർത്തി ഞാൻ വളരെ സ്നേഹിച്ച് ഞങ്ങൾ വളരെ സുഹൃത്തുക്കളായി അങ്ങനെ കഴിയുന്ന രാമമൂർത്തി ഏറ്റവും അതായത് അർത്ഥവത്തായ ചില സംശയങ്ങളൊക്കെ രാമമൂർത്തി ചോദിക്കുവായിരുന്നു. രാമായണത്തിൻ്റെ ഉത്ഭവത്തെക്കുറിച്ചൊക്കെ പറഞ്ഞപ്പോൾ നിഷാദ അതൊന്നും വിശദീകരിക്കുന്നില്ല, പറഞ്ഞ് പോയി കാട്ടാളനെ വാൽമീകി ശപിച്ചു ഇതൊക്കെ പറഞ്ഞു വന്നപ്പോൾ രാമമൂർത്തി ചോദിച്ച ചോദ്യം, സാർ അതായത് പിന്നെ വാൽമീകി ചെയ്തത് ശരിയാണോ? ഭക്ഷണത്തിന് വേണ്ടി ഒരു കിളിയെ അമ്പെയ്ത് വീഴ്ത്തിയ ആ കാട്ടാളനെ ശപിക്കാമോ? വാൽമീകിയും ക്രൂരനല്ലേ എന്ന ഒരു ചോദ്യം രാമമൂർത്തി ചോദിച്ചു. ശരിയാണ്, പറഞ്ഞു രാമമൂർത്തി, അതായത് കാട്ടാളനെ ശപിച്ചത് നീ ഭസ്മമായി പോകട്ടെ എന്നല്ല, നിനക്ക് ശാശ്വതമായ നിലനിൽപ്പില്ലാതായി പോകട്ടെ എന്നാണ്. അതിൽ മയമുണ്ട് എന്നൊക്കെ പറഞ്ഞെങ്കിലും മഹർഷിയായ വാൽമീകി ശപിക്കാൻ പാടില്ലായിരുന്നു എന്നാണ് രാമമൂർത്തിയുടെ വാദം. എന്നിട്ട് നിഷാദ പ്രതിഷ്ഠാത്വം അഗമ ശാശ്വതീ സമ അഗമ, ശാശ്വതമായ നിലനിൽപ്പില്ലാതെ പോകട്ടെ, അല്ലാതെ ഉടനെ നശിച്ചു പോകണമല്ല. പാപികൾക്ക് ശാശ്വതമായ നിലനിൽപ്പില്ല എന്നതാണ് ആ പാഠത്തിൻ്റെ ഒരർത്ഥം ആഗ്രഹിക്കുന്നത്. ആ രാമമൂർത്തി, മിടുക്കനായ രാമമൂർത്തി, ഉച്ചയ്ക്ക് പലപ്പോഴും ആഹാരമില്ല. അച്ഛൻ പൂജാരിയാണ് ഒരമ്പലത്തിൽ. അന്നൊക്കെ പൂജാരിമാർക്ക് കിട്ടുന്ന ചോറ് 1-2 പടച്ചോറ് മാത്രമേ ഉള്ളൂ. ഇന്നൊക്കെ പൂജാരിമാർക്ക് ദേവസ്വം ബോർഡ്, സർക്കാർ ഉദ്യോഗസ്ഥന്മാരെ പോലെ ശമ്പളം ഒക്കെ കിട്ടുന്നുണ്ട് എന്നാണ്. ഉച്ചയ്ക്ക് രാമമൂർത്തിയുടെ മുഖം കണ്ടാൽ തന്നെ അറിയാം പട്ടിണിയാണ്. ഞാൻ ഊണ് കഴിക്കാൻ പോകുമ്പം ചിലപ്പോഴൊക്കെ രാമമൂർത്തിയെ കണ്ടാൽ വിളിച്ചു കൊണ്ടുപോകും, ഊണൊക്കെ കഴിക്കും. പക്ഷേ വളരെ അഭിമാനിയാണ് രാമമൂർത്തി. പിന്നെ ഊണ് കഴിക്കുന്ന സമയത്ത് എൻ്റെ നോട്ടത്തിൽപ്പെടാതെ എവിടെങ്കിലും ഒളിച്ചിരിക്കും. ആ രാമമൂർത്തി ഒരു വെക്കേഷന് അപ്പോൾ മാർച്ച് 30 അധ്യാപകരും വിദ്യാർത്ഥികളും ഒക്കെ യാത്ര പറഞ്ഞ് പിരിഞ്ഞു. രാമമൂർത്തി പിന്നെ ബ്ലഡ് ക്യാൻസറായിട്ട് വെക്കേഷന് മരിക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ ആ രാമമൂർത്തി അവസാനമായി പറഞ്ഞത് മാധവൻകുട്ടി സാറിനെ കാണണം എന്നാണ്. എനിക്ക് രാമമൂർത്തിയെ കാണാൻ പറ്റിയില്ല. കോളേജ് യൂണിയൻ തുറന്ന് അന്ന് 50 വർഷം മുമ്പാണ്. ടെലഫോണോ ഒരു വിവരം അറിയിക്കാനുള്ള ഒരു നിവൃത്തിയുമില്ല. വീട്ടിലേക്ക് ഫോൺ ചെയ്യണമെങ്കിൽ ഏതെങ്കിലും ബൂത്തിലോ അല്ലെങ്കിൽ ഏതെങ്കിലും പരിചയക്കാരൻ്റെ വീട്ടിൽ ചെന്നിരുന്ന് ട്രങ്കാള് ബുക്ക് ചെയ്ത് 1-1.5-2 മണിക്കൂർ കാത്തു നിന്നാണ് വീട്ടിലേക്ക് എന്തെങ്കിലും വിവരം അറിയിക്കുന്നത്. ആ ഒരു സാഹചര്യത്തിൽ
രാമമൂർത്തിയെ കാണാൻ എനിക്ക് കഴിഞ്ഞില്ല. ഞാൻ കോളേജിൽ നടന്ന് രാമമൂർത്തിയുടെ വീട്ടിൽ ചെന്നപ്പോൾ ആ അച്ഛനും അമ്മയും എന്നെ കെട്ടിപ്പിടിച്ച് കരയുകയാണ്. അവൻ അവസാനമായിട്ട് സാറിനെ കാണണമെന്നാണ് പറഞ്ഞത്. രാമമൂർത്തി, ഞാനും പൊട്ടിക്കരഞ്ഞുപോയി. ആ രാമമൂർത്തിയെ എന്നെ കാണാൻ കഴിഞ്ഞില്ലെങ്കിലും ഞാൻ എന്നും രാമമൂർത്തിയെ കാണുന്നുണ്ട്. രാമമൂർത്തിയെ പലപ്പോഴും സ്വപ്നം കാണാറുണ്ട്. എന്നും ഓർക്കുന്ന ഒരു വ്യക്തിയാണ്. അതൊരു ദുരന്തമായ സ്മരണയാണെങ്കിലും ഉണ്ണികൃഷ്ണനെ കുറിക്കുന്ന എന്താണോ അഭിമാനപൂർവമായ ആദരപൂർവമായ ഓർമ്മ എന്നും എൻ്റെ മനസ്സിലുണ്ടാകും. ഉണ്ണികൃഷ്ണന് ഇനിയുള്ള ജീവിതത്തിൽ ആയുസ്സും ആരോഗ്യവും സൗഖ്യവും ഉണ്ടാകട്ടെ എന്ന് സ്നേഹത്തിൻ്റെ ഭാഷയിൽ, വാത്സല്യത്തിൻ്റെ ഭാഷയിൽ ഞാൻ ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം ഈ മീറ്റിങ്ങും ഈ സെമിനാറുകളും ഈ യാത്രയും ഒക്കെ സംഘടിപ്പിച്ച ഉണ്ണികൃഷ്ണൻ്റെ മറ്റൊരു ശിഷ്യനായ ശ്രീശൈല ഉണ്ണികൃഷ്ണൻ, ആ ശ്രീശൈല ഉണ്ണികൃഷ്ണനോട് ഞങ്ങൾ ശബ്ദത്തിലൂടെ പരിചയത്തിൽ രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും എൻ്റെ കൂപ്പുകൈ. പങ്കുവച്ച കേരള സർവകലാശാല സിൻഡിക്കേറ്റ് അംഗമായ രാധാമൺ ടീച്ചറിന്, ഡോക്ടർ രാധാമൺ ടീച്ചറിന് നൽകിക്കൊണ്ട് ഇവിടെ പ്രകാശിപ്പിക്കുന്നു. അടൂർ ഗോപാലകൃഷ്ണൻ സാറിനോട് ആദരവോടെ പ്രസ്തുത കർമ്മം നിർവഹിക്കുവാൻ അഭ്യർത്ഥിക്കുകയാണ്. പുസ്തകം ഏറ്റുവാങ്ങാൻ രാധാമണി ടീച്ചറിനോടും അഭ്യർത്ഥിക്കുന്നു. സന്ദർഭത്തിൽ രണ്ട് വിശിഷ്ട വ്യക്തിത്വങ്ങൾ ഇവിടെ ഉണ്ടാകണമെന്ന് ഞങ്ങൾ പ്രിയപ്പെട്ട അരികൻ അടൂർ ഗോപാലകൃഷ്ണൻ, ഡോക്ടർ PM രാധാമണി, ഇവിടെ സ്വാഗത പ്രഭാഷണം നടത്തിയ ഡോക്ടർ MA സിദ്ദിഖ്, എൻ്റെ മുമ്പിലിരിക്കുന്ന സഹോദരി സഹോദരന്മാരെ, എല്ലാവർക്കും എൻ്റെ അഭിവാദനം. ആദ്യമായി പ്രഭാത പരിപാടിയിൽ സംബന്ധിക്കാതെ ഈ സായന്തനത്തിൽ കടന്നു വന്ന തെറ്റിന് ഞാൻ അഭിയോജിക്കുന്നു. ഇവിടെ പറഞ്ഞതുപോലെ തികച്ചും അപ്രതീക്ഷിതമായി ഉണ്ടായൊരു മരണം ഗുരുവായൂരിനടുത്തുള്ള ഒരു സ്ഥലത്തേക്ക് എന്നെ കൊണ്ടുപോയി. അവിടെ നിന്ന് രാവിലെ ഞാൻ 7:30 കാറിൽ കയറി വന്ന് ശ്രീശൈലം ഉണ്ണികൃഷ്ണൻ, അദ്ദേഹത്തിൻ്റെ സ്നേഹത്തെ എനിക്ക് ഭയമാണ്. അദ്ദേഹം എന്നെ 6 മണിക്ക് വിളിച്ചു, വൈകിട്ടെങ്കിലും വരണം. അപ്പോൾ 8 മണിക്ക് ഞാൻ കാറിൽ തിരിച്ചിട്ട് ഇപ്പോഴാണ് എനിക്കിവിടെ എത്താൻ കഴിഞ്ഞത്. നിങ്ങൾക്കറിയാമല്ലോ, തൃശ്ശൂർ ഈ തിരുവനന്തപുരം മുഴുവൻ റോഡ് പണി അടക്കുകയാണ്. അതുകൊണ്ട് എല്ലാ സ്ഥലങ്ങളിലും നേരായ വഴിയല്ല, ഇടവഴികൾ മാറി മാറി സഞ്ചരിച്ചാണ് ഇവിടെ എത്തിയത്. അതിന് കാരണം AM ഉണ്ണികൃഷ്ണൻ എന്ന നന്മയാണ്. നിങ്ങളിൽ പലരും വിശ്വസിക്കുകയില്ല, ഞാനും ഡോക്ടർ AM ഉണ്ണികൃഷ്ണനും തമ്മിൽ ജീവിതത്തിൽ ആകെ 4 പ്രാവശ്യമേ കണ്ടിട്ടുള്ളൂ. പക്ഷേ ഈ 4 സന്ദർശനങ്ങൾ മതി
ഒരു ബന്ധം ബലപ്പെടാം. മനോമേ വാചി പ്രതിഷ്ഠിതം ഉപനിഷത്തിലെ ശാന്തി പാഠത്തിൽ പറയുന്നതാണ്. എൻ്റെ വാക്ക് എൻ്റെ മനസ്സിൽ ഉറക്കണം, പ്രതിഷ്ഠിതമാകണം. ഞാൻ പറയുന്ന വാക്ക് എൻ്റെ മനസ്സിൽ പ്രതിഷ്ഠിതമാകണം. എൻ്റെ മനസ്സ് ഞാൻ പറയുന്ന വാക്കിലും പ്രതിഷ്ഠിതമാകണം. അങ്ങനെയുള്ളവർ വളരെ അപൂർവമാണ് ഈ കാലഘട്ടത്തിൽ. എന്താണ് അർത്ഥം, ആ വാക്ക് പറഞ്ഞാൽ എന്തെല്ലാം സംഭവിക്കാം എന്ന് തിരിച്ചറിവോടുകൂടി ആ വാക്ക് ഉപയോഗിക്കണം. അതുപോലെ പ്രവൃത്തിയും ആ വാക്കിന് അനുകൂലമായിരിക്കണം. അങ്ങനെയുള്ള ഒരു വ്യക്തിയായിട്ടാണ് ഞാൻ ഡോക്ടർ എ എം ഉണ്ണികൃഷ്ണനെ കാണുന്നത്. അദ്ദേഹം അമിതമായിട്ടൊന്നും അധികം സംസാരിക്കാറില്ല. നമ്മളെ കണ്ടുമുട്ടുമ്പോഴും അധികം ഒന്നും സംസാരിക്കാറില്ല, വളരെ കുറച്ച് സംസാരിക്കൂ. പക്ഷേ എന്തോ ഞാൻ എൻ്റെ അനുജനായിട്ട് ആദ്യം മുതൽ ഉണ്ണികൃഷ്ണനെ എൻ്റെ മനസ്സിൽ പ്രതിഷ്ഠിച്ചു. എനിക്ക് എന്നേക്കാൾ 14 വയസ്സിന് പ്രായക്കുറവുള്ള ഒരു അനുജനുണ്ട്. ഡോക്ടർ പ്രസന്നവദനൻ തമ്പി എന്നാണ് എൻ്റെ പേര്. ഡോക്ടറേറ്റാണ്, PhD ആണ്. അവൻ ഒരു ബാങ്കിൽ, സാധാരണ ബാങ്കിൽ, ഫെഡറൽ ബാങ്കിൽ ഓഫീസറായി കയറിയിട്ട് 55ാമത്തെ വയസ്സിൽ വിരമിച്ചത് ലോകത്തിലെ ഏറ്റവും വലിയ IT കമ്പനിയായ ഒറാക്കിളിൻ്റെ വൈസ് പ്രസിഡൻ്റായിട്ടാണ്. അവൻ്റെ സ്വന്തം പരിശ്രമം കൊണ്ടാണ്. ആ അനുജനേക്കാൾ പ്രായക്കുറവാണ് എ എം ഉണ്ണികൃഷ്ണൻ. ജീവിതത്തിൽ 2 വഴികളുണ്ട്. എങ്ങനെയും ജീവിക്കാം എന്നൊരു വഴിയുണ്ട്, ഇങ്ങനെയേ ജീവിക്കൂ എന്നൊരു വഴി. എങ്ങനെയും ജീവിക്കാം എന്ന് തീരുമാനിക്കുന്ന ഒരാളിന് ഈ ഭൂമിയിൽ, പ്രത്യേകിച്ചും ഈ ഭൗതിക കാര്യങ്ങൾക്ക് ഏറ്റവും അധികം പ്രാധാന്യമുള്ള കാലഘട്ടത്തിൽ, രാഷ്ട്രീയവും പണവും അധികാരവും എല്ലാം ഭരിക്കുന്ന ഈ കാലഘട്ടത്തിൽ എങ്ങനെയും ജീവിക്കാം എന്ന് തീരുമാനിക്കുന്ന ആളിന് നിഷ്പ്രയാസം കോടീശ്വരനാകാം, എന്ത് നേട്ടങ്ങളും കൈവരിക്കാം. പക്ഷേ ഇങ്ങനെ ജീവിക്കുമെന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ അയാൾ സാഹിത്യത്തിലായാലും അധ്യാപനത്തിലായാലും സിനിമയിലായാലും വളരെ ബുദ്ധിമുട്ടും. അപ്പോൾ ആ ബുദ്ധിമുട്ട് സ്വയം സ്വീകരിച്ച അധ്യാപകനാണ് ഡോക്ടർ എ എം ഉണ്ണികൃഷ്ണൻ. ഇങ്ങനെ ജീവിക്കൂ എന്ന തീരുമാനമെടുത്ത വ്യക്തിയാണ്. ഏതാണ്ട് ഞാനും അങ്ങനെയാണ്. ഒരു മനുഷ്യന് ജീവിതത്തിൽ നേടാൻ കഴിയാവുന്ന ഏറ്റവും വലിയ നേട്ടം എന്താണ് എന്ന് ചോദിച്ചാൽ ഞാൻ പറയുക, അവൻ സ്വയം പരിശീലിച്ച് സ്വന്തമാക്കുന്ന അച്ചടക്കം, സെൽഫ് ഡിസിപ്ലിൻ. അച്ഛനമ്മ ഒരു അധ്യാപകരും തല്ലി ഉണ്ടാക്കുന്ന അച്ചടക്കമല്ല. ഒരു വ്യക്തി സ്വയം കണ്ടെത്തുന്ന സെൽഫ് ഡിസിപ്ലിൻ. അങ്ങനെയുള്ള ഒരു സെൽഫ് ഡിസിപ്ലിൻ, അതായത് സ്വന്തം അച്ചടക്കം സ്വയം കണ്ടെത്തി അത് ജീവിതത്തിൽ പരിശീലിക്കുന്ന അപൂർവ വ്യക്തികളിൽ ഒരാളാണ് ഡോക്ടർ എ എം ഉണ്ണികൃഷ്ണൻ. എൻ്റെ ഒരു അനുഭവം പറയാം. അദ്ദേഹം ആരെയും പുകഴ്ത്താറില്ല, മുഖസ്തുതി പറയാറില്ല. മാതൃഭൂമിയിൽ എൻ്റെ ആത്മകഥ ജീവിതം ഒരു പെൻഡുലം മാതൃഭൂമി ആഴ്ചവകുപ്പിൽ പ്രസിദ്ധീകരിച്ചുകൊണ്ടിരിക്കുമ്പോൾ 2 വർഷം കൊണ്ടാണ് അത് പ്രസിദ്ധീകരിച്ചത്. എൻ്റെ സുഹൃത്തായതുകൊണ്ട് ഗോപാലകൃഷ്ണനൊക്കെ പല അധ്യായം വായിച്ച് എനിക്ക് ഫോൺ ചെയ്യും. പക്ഷെ ഒരിക്കൽ പോലും ഡോക്ടർ എ എം ഉണ്ണികൃഷ്ണൻ സാറിൻ്റെ ആത്മകഥ ഞാൻ വായിക്കുന്നുണ്ട്, അത് നന്നാവുന്നു എന്ന് പറഞ്ഞിട്ടില്ല. എന്നാൽ കേന്ദ്ര സർവകലാശാല, സെൻട്രൽ യൂണിവേഴ്സിറ്റി, കാസർഗോഡ് പെരിയയിലുള്ള
സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ മലയാള MA-ക്ക് അത് പാഠപുസ്തകമാക്കാൻ ശുപാർശ ചെയ്തത് A. ഉണ്ണികൃഷ്ണനാണ്. എന്നോട് ഒരിക്കലും പറഞ്ഞിട്ടില്ല. ആത്മകഥ കമ്പിസ്ഥാൻ്റെ ആത്മകഥ ഞാൻ പതിവായി വായിക്കുന്നുണ്ട്, അത് മനോഹരമാകുന്നുണ്ട്. ഒരിക്കലും പോലും പറഞ്ഞിട്ടില്ല. അതാണ് ഡോക്ടർ A. M. ഉണ്ണികൃഷ്ണൻ എന്ന വ്യക്തി. ഞാനിത് പറയുന്നത് എൻ്റെ അനുഭവങ്ങളിലൂടെയാണ്. ഞാൻ ഒരാളെ കാണുമ്പോൾ അദ്ദേഹം സംസാരിക്കുന്ന രീതി, യാത്ര പറയുന്ന രീതി ഒക്കെ ഞാൻ പഠിക്കാറുണ്ട്. കാരണം നിങ്ങൾക്കറിയാമല്ലോ, ഞാനൊരു പലചരക്ക് കടക്കാരനാണ്. ഞാൻ എഞ്ചിനീയറാണ്. സയൻസ് പഠിച്ചിട്ടുണ്ട്, കണക്ക് പഠിച്ചിട്ടുണ്ട്, സാഹിത്യം കുറച്ച് പഠിച്ചിട്ടുണ്ട്, സിനിമ സംവിധാനം ചെയ്തിട്ടുണ്ട്, സിനിമ പാട്ട് എഴുതിയിട്ടുണ്ട്, സിനിമ തിരക്കഥ എഴുതിയിട്ടുണ്ട്. അപ്പം അങ്ങനെ വരുമ്പോൾ ഒരുപാട് ആളുകളെ പരിചയപ്പെടാനും ഒരുപാട് സ്വഭാവങ്ങൾ നിരീക്ഷിക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇന്നത്തെ ഈ ചടങ്ങിൽ ഞാൻ വന്നില്ലെങ്കിൽ അത് ഞാൻ എന്നോട് തന്നെ ചെയ്യുന്ന അപരാധമായിരിക്കും എന്ന തിരിച്ചുകൊണ്ടുകൊണ്ടാണ് ഞാൻ രാവിലെ എത്താൻ കഴിഞ്ഞില്ലെങ്കിലും ഈ സമയത്ത് ഓടിയെത്തിയത്. എൻ്റെ കവിതകൾ, ഞാൻ ചലച്ചിത്ര ഗാനങ്ങൾ അനവധി എഴുതിയിട്ടുണ്ട്. പാട്ടുകൾ, ലളിതഗാനങ്ങളും ചലച്ചിത്രങ്ങൾ 3000-ഓളം പാട്ടുകൾ എഴുതിയിട്ടുണ്ട്. പക്ഷേ ഞാൻ 1000-ഓളം കവിതകൾ എഴുതിയിട്ടുണ്ട്. പക്ഷേ എൻ്റെ കവിതകളെക്കുറിച്ച് അധികം പഠനങ്ങൾ നടന്നിട്ടില്ല. കാരണം അതിൽ പാട്ട് എഴുത്താറുണ്ട്, അതിൽ പാട്ട് എഴുതിയോണ്ടിരുന്നോട്ടെ, സാഹിത്യത്തിൽ ഇരുന്ന് വരണ്ട, ഞങ്ങളുണ്ട്, ഇങ്ങോട്ടൊന്ന് വരണ്ട എന്ന് പറഞ്ഞൊരു വിഭാഗമുണ്ട്. അവരാണ് മലയാള ഭാഷയെ നയിക്കുന്നത്. പക്ഷെ ആദ്യമായിട്ട് ഒരു പുസ്തകത്തിൽ എൻ്റെ കവിതകളെക്കുറിച്ച് പഠനം നടത്തുന്നത് ഡോക്ടർ A. M. ഉണ്ണികൃഷ്ണൻ. എൻ്റെ അമ്മയ്ക്ക് ഒരു താരാട്ട് എന്ന കവിതാ സമാഹാരത്തെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകത്തിൽ ഒരു പഠനം നടത്തിയിട്ടുണ്ട്. അതാണ് നേരത്തെ പറഞ്ഞത്. അദ്ദേഹം ഒന്നും നമ്മളൊരു നേരിട്ട് പറയുകയില്ല. അദ്ദേഹം സ്വയം വിലയിരുത്തുകയും സത്യത്തിനോട് നിൽക്കുകയും നീതിയോട് നിൽക്കുകയും ചെയ്തു. അങ്ങനെയുള്ള ആളാണ് നല്ല അധ്യാപകൻ. ആ നന്മയുടെ പ്രതിഫലനമാണ് ഇവിടെ കൂടിയിരിക്കുന്ന ഈ സദസ്സ്. അല്ലെങ്കിൽ ഒരു അധ്യാപകൻ യാത്ര പറയുന്ന സമയത്ത് ഇത്ര സജീവമായ ഒരു സദസ്സ് ഞാൻ ഇവിടത്ത് കണ്ടിട്ടില്ല. അതുകൊണ്ട് എൻ്റെ എല്ലാ നന്മകളും നേരുന്നു ഞാൻ ഡോക്ടർ A. M. ഉണ്ണികൃഷ്ണന്. ഇനിയും അദ്ദേഹത്തിന് ധാരാളം എഴുതാൻ സമയം കിട്ടും. അദ്ദേഹം ധാരാളം പുതിയ പുസ്തകങ്ങൾ എഴുതട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ഈ നന്മ ഭാവിയിൽ പ്രകാശധാരയായി അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരിലേക്കും പകർന്നു പോകട്ടെ. വളരെ സന്തോഷത്തോടുകൂടി അഭിമാനത്തോടുകൂടി ഞാൻ ഡോക്ടർ A. M. ഉണ്ണികൃഷ്ണൻ എൻ്റെ അനുജന് എല്ലാ നന്മകളും നേരുന്നു. നന്ദി, നമസ്കാരം. സുദീർഘകാലത്തെ സ്തുത്യർഹ സേവനത്തിന് ശേഷം കേരള സർവകലാശാല കേരള പഠന വിഭാഗം സീനിയർ പ്രൊഫസറായി വിരമിച്ച ഡോക്ടർ A. M. ഉണ്ണികൃഷ്ണൻ സാറിന് അദ്ദേഹത്തിൻ്റെ ഗവേഷക വിദ്യാർത്ഥികൾ സമർപ്പിക്കുന്ന മംഗളപത്രം. അധ്യാപകൻ, ഗവേഷകൻ, മാർഗദർശി, സാഹിത്യ വിമർശകൻ, എഡിറ്റർ, സംഘാടകൻ, വാഗ്മി തുടങ്ങിയ നിലകളിൽ മാതൃകാപരമായി പ്രവർത്തിച്ച ഡോക്ടർ A. M. ഉണ്ണികൃഷ്ണൻ സാർ ഞങ്ങളുടെ ജീവിതത്തിൽ നിത്യപ്രകാശം ചൊരിയുന്ന മഹത്തമമായ ഗുരു സാന്നിധ്യമാണ്. സൗമ്യതയുടെയും ആർജവത്തിൻ്റെയും കഠിനാധ്വാനത്തിൻ്റെയും സഹാനുഭൂതിയുടെയും പാരസ്പര്യ ചിന്തയുടെയും